യൂസ്ഡ് കാർ ഷോറൂമായ റോയൽ ഡ്രൈവിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി കണ്ടെത്തി. കൊച്ചി ഷോറൂമിൽ അടക്കം കഴിഞ്ഞ 2 ദിവസം ഇഡിയും ആദായ നികുതി വകുപ്പും നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം പുറത്തുവന്നത്. വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആഡംബര കാറുകളുടെ വില കുറച്ച് കാണിക്കുകയും പിന്നീട് ഈ തുക പണമായി കൈപ്പറ്റുകയും ചെയ്തു എന്നാണ് കണ്ടെത്തൽ. ക്രിക്കറ്റ് താരങ്ങളും മലയാള സിനിമാ താരങ്ങളും തട്ടിപ്പിന് കൂട്ടുനിന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്കെല്ലാം ഇഡിയും ആദായ നികുതി വകുപ്പും നോട്ടീസ് അയക്കും. കൂടുതൽ വിവരങ്ങൾ ആജ്ഞ രവീന്ദ്രൻ നൽകും. ആജ്ഞ രവീന്ദ്രൻ, ഈ കള്ളപ്പണ ഇടപാടുകൾക്ക് വലിയ മുൻനിരക്കാരൊക്കെ കൂട്ടുനിന്നു എന്നാണോ ഇപ്പോൾ കണ്ടെത്തുന്നത്? ചലച്ചിത്ര താരങ്ങൾ ഒക്കെ, നമ്മൾ ആരാധിക്കുന്ന പല ആളുകളും ഇതിന്റെ പുറകിലുണ്ടോ? മനു, ഈ യൂസ്ഡ് കാറുകൾ വിൽക്കുന്നതിൽ, അത് പ്രത്യേകിച്ചും ആഡംബര കാറുകൾ വിൽക്കുന്നതിൽ വലിയ തട്ടിപ്പ് കാണിച്ചുവെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പും ഇഡിയും ഈ കാര്യത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. മാത്രമല്ല, ആഡംബര കാറുകളൊക്കെ വിൽക്കുന്നതിൽ വലിയ തുക, വിൽക്കുന്നതിനും വാങ്ങുന്നതിനും വലിയ തുക വ്യത്യാസം കാണിച്ചിട്ടാണ്, അതായത് വിൽപ്പന കാണിക്കുമ്പോൾ തുക കുറച്ച് വിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും പിന്നീട് ആ പണം അല്ലാതെ പണമായി കൈപ്പറ്റുകയും ചെയ്യുന്ന, അതായത് ബാങ്ക് ട്രാൻസാക്ഷനോ മറ്റു തരത്തിലുള്ള ട്രാൻസാക്ഷൻ അല്ലാതെ പണമായി കൈപ്പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ വാഹന ഇടപാടുകാർക്കെതിരെ ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ക്രിക്കറ്റ് താരങ്ങളും അതുപോലെ സിനിമാ താരങ്ങളും ഒക്കെ ഇതിൽ ഇടപാടുകാരാകുന്നു, ഇത്തരം തട്ടിപ്പിന് ഇവരൊക്കെ കൂട്ടുനിൽക്കുന്നു എന്നൊരു പരാതിയും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ആഡംബര കാറുകൾ വിൽക്കുന്നതിലൂടെ കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇതിലൂടെ നടത്തുന്നത് എന്നുമാണ് ഇഡിയുടെയും ആദായ വകുപ്പിന്റെയും കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ശക്തമായ പരിശോധനകൾ വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇഡിയും ആദായ നികുതി വകുപ്പും ഇൻകം ടാക്സും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും. കൂടുതൽ സിനിമാ താരങ്ങളിലേക്കും ക്രിക്കറ്റ് താരങ്ങളിലേക്കും ഒക്കെ അന്വേഷണം നീളുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും യൂസ്ഡ് കാറിലാണ് ഈ ഒരു തട്ടിപ്പ് നടത്തുന്നത്. വിൽപ്പനയ്ക്കുള്ള തുക കുറച്ചു കാട്ടുകയും അത് പിന്നീട് അവരുടെ കയ്യിൽ നിന്നും, അതായത് കസ്റ്റമറുടെ കയ്യിൽ നിന്നും പണമായി കൈപ്പറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഏതായാലും നമ്മൾ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന കായിക താരങ്ങളും ഒപ്പം ഇതുപോലെയുള്ള ചലച്ചിത്ര താരങ്ങളും ഒക്കെ ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നത് വേദനിപ്പിക്കുന്ന ഒരു വിവരം തന്നെയാണ്. ആജ്ഞ രവീന്ദ്രനാണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഇനി വരും ദിവസങ്ങളിൽ ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന താരങ്ങൾ ആര് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള പേരുകൾ പുറത്തു വന്നാൽ അത് കുറെ കൂടി ഇതിൻ്റെ തീവ്രത വ്യക്തമാക്കും എന്ന് മനസ്സിലാക്കാം.